ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിൽ കണ്ട നമ്മുടെ പൂന്തറയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ സംഭവം നമ്മുടെ തിരച്ചി കട്ടിംഗ് ആണ് ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരച്ചി കട്ടിങ്. ഓക്കെ, നമ്മൾ പൂന്തറയിലുള്ള മെയിൻ ആയിട്ടുള്ള ചേച്ചിയാണ്. ഇവിടുത്തെ സംഭവം തിരച്ചിയാണ്. പൂന്തറയുള്ള തിരച്ചിയാണ്. ഇത് ഓർഡർ ഉണ്ടോ അതാ കട്ട് ചെയ്ത് വെക്കുകയാണോ? ഓക്കെ ഓക്കെ, സംഭവം കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിന്റെ ഏത് ഭാഗത്താണ് കൂടുതൽ ഡിമാൻഡ് വാങ്ങിക്കാൻ? കൂടുതൽ വാങ്ങിക്കാൻ ഡിമാൻഡ് ഏതാണ്? ആണോ? എന്റെ കൈ ഇപ്പുറ സൈഡ് ഇരിക്കുകയാണേ, വെട്ടല്ലേ? ഇത് എത്ര കിലോ വരും ടോട്ടല്? 10 കിലോ വരും. ഇതെങ്ങനെയാ സംഭവം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റേറ്റ് പറഞ്ഞ? എന്നെ അതെ കിലോ കണക്കാണ് എങ്ങനെയാണ്? കിലോ ആകുമ്പോൾ എത്ര വരും? ഓക്കെ ഓക്കെ, കിലോ ആകുമ്പോൾ 400 രൂപയ്ക്ക് വരും. തീർച്ചയായിട്ടും ഈ കുടല എന്തൊക്കെ ഐറ്റംസ് കുറച്ച് കൂടുതൽ ഡിമാൻഡ് ഉണ്ടല്ലോ, അത് ഏതാണ്? ഒന്നിനും ഡിമാൻഡ് ഇല്ല. വേറെ ഒരു അരത്തിരച്ചിലാകുമ്പോൾ അതിന്റെ വാലെടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ, സംഭവം തിരച്ച സംഭവം കട്ടിങ് നടക്കുകയാണ്. അപ്പോൾ സംഭവം എന്താ തിരച്ച് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പൂന്തറയിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഒരു ചേച്ചി ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര പീസായിട്ട് കട്ട് ചെയ്യും? അളവുണ്ടോ? അളവുണ്ട്. ഇത് മൂർച്ച സംഭവം തീർന്നിട്ടുണ്ട്. ആ ഒരു വലിയൊരു കുട്ട നിറച്ചും വിച്ചാത്തിയുണ്ട്. മൂർച്ച കുറവുണ്ട് കേട്ടോ. ഒരു മൂർച്ച കൊടുക്കുന്ന ഒരു സാധനം ഓൺലൈൻ വാങ്ങിക്കാത്തുണ്ട്. ഓൺലൈനിലെ മൂർച്ച കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, ചാർജ് ചെയ്യണം. അത് വാങ്ങിച്ചാൽ മതിയല്ലോ. നിങ്ങൾ ഇത്രയൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം. അതാ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മൂർച്ച കൂട്ടിയാൽ മതി. ചാർജോ റീചാർജബിൾ. പിള്ളേരൊക്കെ യൂസ് ചെയ്യണമല്ലോ മൊബൈലൊക്കെ. അത് ഈ പിച്ചാത്ത് മൂർച്ച കൊടുക്കുന്ന ഓൺലൈൻ മെഷീൻ സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഓൺലൈനിൽ വലിയ പൈസ ഒന്നും ആവില്ല. ഓക്കെ ഓക്കെ, ഇതാ ഒരു പീസായിട്ട് സംഭവം കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് 4 പീസായിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് തിരണ്ടി, നല്ല ഫ്രഷ് തിരണ്ടി അല്ലേ ഇത്? തിരച്ചല്ലേ? ഫ്രഷ് തിരച്ച് തന്നെയാണ്. ഈ സംഭവം കൂടുതലായിട്ടും ഗർഭിണികളാണോ കൂടുതലും കഴിക്കാൻ വേണ്ടി ആഗ്രഹം? കൊഴുപ്പില്ലാത്ത മീനാണ് കൂടുതൽ ഇത് കഴിക്കാൻ വേണ്ടി. ഇതെങ്ങനെയാണ് സംഭവം ടേസ്റ്റ്? കറി വെച്ച് കഴിക്കാനാണ്? കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് നമ്മുടെ പൂന്തറയിലെ ചേച്ചി പറയുന്നത്. എന്താ കറക്റ്റ് അളവിന് വയ്ക്കുക. ഓരോ പീസായിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര വരും? ഒരു പീസായിട്ട് കൊടുക്കുകയാണെങ്കിൽ 300 വരും. ഓക്കെ, ചെറിയ പീസാണെങ്കിൽ 250, വലിയ പീസാണെങ്കിൽ 300. ആ ഒരു രീതിയിലാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ നമ്മളൊരു വലിയ സൈസ് തിരച്ചിയാണെങ്കിൽ, ഒരു 10 കിലോ സൈസിലുള്ള ഒരു മീഡിയം സൈസ് തിരച്ചിയാണെങ്കിൽ ഇത് കട്ട് ചെയ്യുന്ന ഒരു വിഷ്വൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മീഡിയം സൈസ് പീസുകളൊക്കെ ആയിട്ടാണെങ്കിൽ സംഭവം കട്ട് ചെയ്യുന്നുണ്ട്. 250 രൂപയ്ക്കും സംഭവം സെയിലുണ്ട്, 300 രൂപയ്ക്കും സെയിലുണ്ട്. അപ്പോൾ 250ൻ്റെ പീസ് നമുക്ക് വേണമെങ്കിൽ സംഭവം ഇതുപോലെ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ്. നല്ല ഫ്രഷ് സാധനം. എന്താ ഷാർപ്പ് കട്ടിംഗ് ആണ്. അത് ആവശ്യമുള്ളവർക്ക് ആ ഒരു പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പീസിനെ തന്നെ വീണ്ടും ചെറുതായിട്ട് സംഭവം കട്ട് ചെയ്ത് തരും. കഴിഞ്ഞാ ഇനി ഇത് പിന്നീട് കട്ട് ചെയ്യോ? ഓക്കെ, എല്ലാ സംഭവം കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ആ കട്ട് കഴിഞ്ഞു. ഓരോ പീസ് വന്നിട്ട് 250, 300 ആ ഒരു റേറ്റ് അനുസരിച്ചിട്ടാണ്. അതിനുശേഷം എന്താക്കണ്ട ഓരോന്നും ഓരോരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ആ ഒരു പീസായി അതിനുശേഷം അടുത്ത പീസ് സംഭവം കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ തിരച്ച് വരുമോ കിട്ടാൻ? എല്ലാ ദിവസവും കാണും.
നിങ്ങളുടെ ചന്ത എപ്പോഴാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ 10 മണിക്കാണ്. 10 മണിക്കാണ് ഇവിടെ. 10 മണിക്കാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗായകൻ ഇന്ന് വരും. ഓക്കെ നടക്കട്ടെ. ആ കട്ട് ചെയ്ത് വേണ്ട, അളവ് 1 ഇഞ്ച് സൈസിനാണ് കട്ട് ചെയ്യണത്. അങ്ങനെയില്ല, ഊഹ കട്ട്. സംഭവം കട്ടിങ് നടക്കണം. ഓക്കെ. പീസായിട്ട് സംഭവം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ കറക്റ്റ് വന്നിട്ട് നമ്മുടെ കൊമരിച്ചന്തയിലാണ് നിൽക്കുന്നത്. കൊമരിച്ചന്ത